നമസ്കാരം. നമ്മുടെ വീടുകളിലെ സീലിംഗ് ഫാൻ അത് ലാഡറോ മേശയോ മറ്റു ഉപകരണങ്ങളെയൊന്നും സഹായമില്ലാതെ ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഈസിയായും ഇഫക്റ്റീവായും ക്ലീൻ ചെയ്യാൻ കഴിയുന്ന GPN ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാൻ ക്ലീനിങ് ആക്ഷൻ ബ്രഷ് എന്ന പുതിയ ഉപകരണം. ആ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പാറ്റൻറ്റും ലഭിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ GPN ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാൻ ക്ലീനിങ് ആക്ഷൻ ബ്രഷ് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ബ്രഷ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് ഏതാണ്ട് ഇതേപോലെ ഒരു പാക്കറ്റിലായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്വാഭാവികമായും എല്ലാ ഉപകരണങ്ങളുടെ കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ ഇത് അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ട്രേ ഉണ്ടാകും. അതുകൂടാതെ ഇതിൻ്റെ ഒരു ബ്രോഷർ ഉണ്ടാകും. ആ ബ്രോഷറിൻ്റെ പുറത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും ഉണ്ടാകും. ആ മാനുവലിനകത്ത് ഏതാണ്ട് 6 സ്റ്റെപ്സാണ് പറയുന്നത്. ആ സ്റ്റെപ്സ് ഭംഗിയായി വായിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. അത് വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ ഈ കവർ മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ട്രേ അത് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അത് വളരെ ഈസിയാണ്. നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ഗ്രൂ ഉണ്ട്. ഇതിൻ്റെ ഈ താഴത്തെ ബ്രഷിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റഡ് ഉണ്ട്. ആ സ്റ്റഡിലേക്ക് വളരെ ഭംഗിയായിട്ടുള്ള ഈസി ആയിട്ട് ഇൻസെർട്ട് ചെയ്യാം. ഈ അവസരത്തിൽ ഇത് ഉപയോഗിക്കാനായിട്ടും സജ്ജമായി കഴിഞ്ഞു. അടുത്തതായി ഈ ബ്രഷ് ഉപയോഗിക്കുന്ന രീതി. ഇതിൽ ഒരു കൈ ഈ ട്രിഗറിലും മറ്റേ കൈ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടുള്ള പോർഷനിൽ ഈ സെൻട്രൽ സ്റ്റെമ്പിലും പിടിക്കുക. ഇതാണ് ആദ്യമായിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്ന രീതി. ഇതിന് ശേഷമാണ് നമ്മൾ ബ്രഷ് ഈ ഫാൻ തുടയ്ക്കാനായിട്ട് തയ്യാറാകേണ്ടത്. അടുത്തതായി ഈ ബ്രഷിൻ്റെ 2 ഹാൻഡുകൾ, ആ ബ്രഷ് ഫിറ്റ് ചെയ്തിരിക്കുന്ന 2 ഹാൻഡുകൾ ഈ ഫാനിൻ്റെ മോട്ടറോട് ചേർന്ന ഭാഗത്ത് അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ട്രിഗർ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ 2 ബ്രഷുകളും തമ്മിൽ ഈ ഫാനിൻ്റെ ലീഫിലേക്ക് അടുത്തിരിക്കും. ചില ഫാനുകളിൽ ഇതുപോലുള്ള ചില ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാനായിട്ട് ഒരു തടസ്സം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് കവർ ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞ് സാവധാനം 2 കൈ ഉപയോഗിച്ച് നീക്കുമ്പോൾ ഈ ഫാനിലെ മുഴുവൻ പൊടി ഈ ട്രീയിലേക്ക് കളക്ട് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലീഫ് അതിനകത്ത് കയറുന്നു, ട്വിസ്റ്റ് ചെയ്തു, പൊടി എടുക്കുന്നു, അടുത്ത ലീഫ് വരുന്നു, അതിനകത്ത് കയറുന്നു, തുടയ്ക്കുന്നു, ക്ലീൻ ആക്കുന്നു. 3 സെക്കൻഡിനുള്ളിൽ ഈ ഫാൻ ക്ലീൻ ആയി കഴിഞ്ഞു. നമ്മുടെ റൂമുകൾ പൊടിരഹിതമായിരിക്കുന്നത് എത്രത്തോളം ആവശ്യമാണ് എന്ന് പറയുന്നത് ആവർത്തന വിരസമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ വസ്തുതാപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൂമിലുള്ള തറയും അതുപോലെ മറ്റ് ഫർണിച്ചറും മറ്റ് വസ്തുക്കളും ഒക്കെ നമ്മൾ പൊടി രഹിതമായി സൂക്ഷിച്ചാലും ഫാനിൻ്റെ ലീഫിൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ആ മുറിയുടെ അന്തരീക്ഷം പൊടിരഹിതമാണ്, വൃത്തിയുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മറിച്ച് മറ്റ് തറയിലും മറ്റ് വസ്തുക്കളിലൊക്കെ കുറച്ച് പൊടിയുണ്ടെങ്കിലും ഫാനിൻ്റെ ലീഫ് ക്ലിയർ ആണെങ്കിൽ ആ അന്തരീക്ഷം ഏറെക്കുറെ ക്ലിയർ ആണ് എന്ന് പറയാനും കഴിയും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് ഈ ഫാനിൻ്റെ ലീഫ് ക്ലീൻ ചെയ്യുന്നതിനുള്ളത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഇനി ഈ ബ്രഷിൻ്റെ ഗുണമേന്മ എന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇതിൻ്റെ ഏറെക്കുറെ എല്ലാ പാർട്സും, പ്ലാസ്റ്റിക്കിലുള്ള പാർട്സുകളെല്ലാം തന്നെ 4 mm കനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻട്രൽ റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 306 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബ്രഷ് എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ബ്രഷ് കമ്പനി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബ്രഷ് നിർമ്മാതാക്കളാണ്. അവരാണ് ഇതിൻ്റെ ബ്രഷ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് മെക്കാനിക്കലി ഫങ്ഷൻ ചെയ്യുന്ന, അതുകൊണ്ടാണ് ഈ ബ്രഷിന് ആക്ഷൻ ബ്രഷ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഈ റോഡ് ഇതിനകത്ത് കുറച്ച് വീലുകൾ, കുറച്ച് അയൺ റോഡുകളൊക്കെ ഓടുന്നുണ്ട്. ആ അയൺ വീലുകളും റോഡുകളും ഒക്കെ ഓട്ടോമൊബൈൽസിൻ്റെ പാർട്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓട്ടോമൊബൈൽസിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സമ്മർദ്ദത്തിൻ്റെ വളരെ ചെറിയ ശതമാനം, ഒരു 100% പോലും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ലൈഫ് ലോങ് ആയിട്ട് ഇത് നിൽക്കുമെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളായ ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾക്ക് 3 വർഷത്തെ ഗ്യാരണ്ടി, റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്
ഞങ്ങൾ തരുന്നത്. അപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ഈ ഒരെണ്ണം തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ടതാണ്. അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇത് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നത്.